അപ്പൊ മുഹീദ്ദീൻമാരെ കാണാലോ, ഹല്ലാജിനെ പറ്റി കാണാം. ഹല്ലാജിന്റെ വാദം അഹ്ലുസുന്നയുടെ വാദമല്ല, അഹ്ലുസുന്നയുടെ വാദമല്ല. ഹുലൂൽ ഇത്തിഹാദ് എന്ന് പറയുന്നത് ഷിയ വിശ്വാസത്തിന്റെ പിടുത്തമിട്ട വാദമാണ്. അള്ളാഹും സൃഷ്ടിയും ഒന്നായി മാറുക, അതാ ഹുലൂൽ ഇത്തിഹാദ്. അള്ളാഹു സൃഷ്ടിയിലേക്ക് ഇങ്ങോട്ട് ലയിച്ച് രണ്ടും ഒന്നാവും, അല്ലെങ്കിൽ സൃഷ്ടിക അള്ളാഹുലേക്ക് അങ്ങോട്ട് ലയിച്ച് രണ്ടും ഒന്നായി മാറും, അതാ ഹുലൂൽ ഇത്തിഹാദ് വാദം. ഉപ്പ് വെള്ളത്തിലേക്ക് ലയിക്കുന്ന പോലെ ഒരു ഉദാഹരണം പറയാം. വെള്ളത്തിൽ ഉപ്പാണ് കളിക്കുക, പിന്നെ ഉപ്പ് വേറെ വെള്ളം വേറെ എന്നില്ലല്ലോ, പിന്നെ വെള്ളത്തിന്റെ പേര് മാറി ഉപ്പ് വെള്ളമായി മാറി എന്നതുപോലെയാണ് സൃഷ്ടി റബ്ബിലേക്ക് ലയിച്ചു ചേർന്ന് ഫനാ പ്രാപിക്കുക. ഈ സൃഷ്ടി ഇല്ലാതായി അള്ളാഹുലേക്ക് ലയിച്ചു ചേരുക. ഇതാണ് സൂഫികളുടെ അവസാനത്തെ ലക്ഷ്യം. അതിലേക്ക് എത്തിയാള ഹല്ലാജ് എന്നാണ് പറയപ്പെടുന്നത്. ഹല്ലാജ് പറഞ്ഞ ഞാൻ അല്ല എന്ന് പറഞ്ഞു, ഞാൻ അല്ല എന്ന് പറഞ്ഞു. കാരണം എന്താണ്? ഈ അവസ്ഥയ്ക്ക് ഈ ദർജയ്ക്ക് എത്തിയില്ല. ഈ ദർജയിലേക്ക് എത്തി അള്ളാഹുലേക്ക് ലയിച്ച് ഹല്ലാജ് ഇല്ലാതായി. ഇനി വാറില്ല, ഞാനും അല്ലയും ഒക്കെ ഒന്ന് തന്നെ, ഇനി മറ്റൊന്നില്ല. നമ്മുടെ മുഹീദ്ദീൻ റാത്തീബിൽ കാണാം, വമാ അന ഇല്ലാ അൻത. മുഹീദ്ദീൻ റാത്തീബിന് 111 പ്രാവശ്യം ചൊല്ലേണ്ട ദിക്റാണ് വമാ അന ഇല്ലാ അൻത, ഞാൻ നീ തന്നെയാകുന്നു. വമാ അന ഞാനല്ല, ഇല്ലാ അൻത നീ അല്ലാതെയല്ല, ഞാൻ നീയും ഒന്നാണ്. 111 പ്രാവശ്യം നമ്മുടെ മഹല്ല് പള്ളിയിൽ മുഹീദ്ദീൻ റാത്തീബ് നടത്തുന്നുണ്ടെങ്കിൽ അപ്പൊ ചൊല്ലുന്ന ദിക്റാണ്. നമ്മൾ എന്തിനാ പള്ളി ഉണ്ടാക്കിയത്? അല്ലാഹുവിനെ ഇബാദത്ത്. എന്തിനാ പള്ളിക്ക് പൈസ കൊടുത്തത്? കൂലിട്ടാൻ. ആ പള്ളിക്ക് ഉസ്താദുമാരെ കൂടി ചെല്ലുന്ന മുഹീദ്ദീൻ റാത്തീബ്, ആ മുഹീദ്ദീൻ റാത്തീബ് പറയാണ്, പഠിച്ചോനെ ഞാൻ നീയും ഒന്നാകുന്നു. ഇതിനാണോ പള്ളി ഉണ്ടാക്കിയത്? ഇത് ഹല്ലാജിന്റെ വാദം, ഇത് ഷിയാക്കളെ വാദം. എന്നാ സാക്ഷാൽ ഹല്ലാജോ ബമ്പൻ തട്ടിപ്പുകാരായിരുന്നു. ഖതീബുൽ ബഗ്ദാദി റഹിമഹുള്ളയുടെ താരീഖ് ബഗ്ദാദ് എന്ന കിതാബുണ്ട്. വിശാലമായ വാള്യങ്ങളുള്ള ബൃഹത്തായ ചരിത്രമാണ് താരീഖ് ബഗ്ദാദ്, ബഗ്ദാദിന്റെ ചരിത്രം. അതിലൊരു അധ്യായം തന്നെയുണ്ട്, ബാബു ഹിയദിൽ ഹല്ലാജ്, ഹല്ലാജിന്റെ കുതന്ത്രങ്ങൾ എന്ന അധ്യായം. ഇന്നത്തെ മതചൂഷകന്മാരൊന്നും ഒന്നുമല്ല, അത്ര വലിയ തട്ടിപ്പാണ് അന്ന് ഹല്ലാജ് നടത്തിയത്. അതിന് പറയാ, ഹല്ലാജും മൂപ്പരെ ഒരു കൂടെയുള്ള മറ്റൊരു സ്ഥലവും കൂടെ, രണ്ടാളും കൂടെ ചെറിയൊരു നാടകം കളിച്ചൊക്കെ കാണാൻ പറ്റും, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി. ഈ മനുഷ്യനെ ഒരു മഹല്ലിക്ക് പറഞ്ഞേക്കാം. ആ മഹല്ലിൽ പോയിട്ട് ഇയാൾ അവിടെ ഒരു പള്ളിയിൽ പോയി കൂടി. ഇയാൾ ഭയങ്കര സാത്വികരായി മുഴുവൻ സമയം വിഭാഗത്തിൽ മുഴുകുന്ന ഒരു വല്ലാത്തൊരു മനുഷ്യൻ നാട്ടിൽ വന്നിട്ട് പള്ളിയിൽ വന്ന് കൂടുകയാണ്. ആരോടും വർത്തമാനം പറയില്ല, ആരുമായി ഒന്നിനും പോകൂല. അയാൾ ഏത് സമയം നിസ്കാരവും ഖുർആനോത്തും ദിക്റുമായിട്ട് അങ്ങനെ പള്ളി കൂടെ. അപ്പൊ സ്വാഭാവിക നാട്ടുകാർക്ക് വലിയ ബഹുമാനായി, എല്ലാവരും വരും, എല്ലാവരും സഹായിക്കും. പക്ഷേ ഒരാളെ സഹായം സ്വീകരിക്കൂല, ഒന്നുമില്ല. അങ്ങനെ ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ ഒരു വല്ലാത്തൊരു വിഭാഗത്തിന് മുഴുകുന്ന ഒരു മനുഷ്യൻ. അപ്പൊ എല്ലാവർക്കും വലിയ കാര്യമായി. കുറെ കാലം അങ്ങനെ കൂടി. ഇടക്കാലത്ത് ഇയാൾക്ക് വാതരോഗം പിടിച്ചു, തളർന്നു. ഇയാൾ ആകെ തളർന്ന്, ഇയാൾ എണീക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ നാട്ടിലൊക്കെ പാടാകെ വിഷമത്തിലായി. കാര്യം ഒരു നല്ലൊരു മനുഷ്യൻ തളർന്നു, അയക്കാരില്ല, കുടുംബക്കാരില്ല, ഒന്നുമില്ല, നോക്കാനാളില്ല. നമ്മുടെ നാട്ടിൽ വന്നതല്ലേ, അപ്പൊ നമുക്കൊരു കടമുണ്ടല്ലോ, മുപ്പടക്ക് ചികിത്സിക്കാം. അപ്പൊ നാട്ടിലൊക്കെ പടം കൂടി ഇയാൾ ചികിത്സിക്കാൻ തീരുമാനിച്ചിട്ട് ഇയാൾക്ക് വന്നിട്ട് പറഞ്ഞ ഉസ്താദേ, ഞങ്ങളൊക്കെ പടങ്ങൾക്ക് വേണ്ട ചികിത്സ ചെയ്തു തരാം, അതിന് വേണ്ട സാമ്പത്തിക സേവ ഞങ്ങൾ വഹിക്കാം, ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഉസ്താദ് വേണ്ട, എനിക്ക് ചികിത്സ വേണ്ട, എനിക്ക് റബ്ബ് തന്നൊരു പരീക്ഷണം സാരല്ല. ഇവർ നിർബന്ധിച്ചു. അപ്പൊ ഇയാൾ ദിവസം പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടിരിക്കുന്നു. നബി തങ്ങൾ എന്നോട് പറഞ്ഞു, നാളെ ഈ പള്ളി ഒരാൾ വരും, അയാൾ നിങ്ങളെ ശരീരത്തിൽ തടവും, അപ്പോൾ നിങ്ങളുടെ രോഗം സുഖപ്പെടുമെന്ന് നബി തങ്ങൾ എന്നോട് പറഞ്ഞിരിക്കുന്നു. അവിടെ എനിക്ക് വേറെ ചികിത്സ വേണ്ട. അപ്പൊ ആൾക്കൊക്കെ ഭയങ്കര ആവേശമായി. ആളുകളൊക്കെ കാത്തിരുന്നു. പിറ്റേന്ന് പരിചയമില്ലാത്തൊരു ഉസ്താദിന്റെ പള്ളിയിൽ കയറി വരുന്നു. ഇയാൾ വന്നു, പള്ളിയിൽ വന്ന് നേരെ നിസ്കരിക്കാൻ തുടങ്ങി. ഇയാൾ ആർക്കും അറിയില്ല. അപ്പൊ ആൾക്കാർക്ക് ഭയങ്കര ആവേശമായി പോയി. ഇതായിരിക്കോ നബി തങ്ങൾ പറഞ്ഞ ആള്? അവസാനം ഇവരൊക്കെപ്പാടെ ഇയാളെ ചെന്ന് കണ്ടു. ഇയാളുടെ വിഷയം പറഞ്ഞു. അപ്പൊ ഇയാള് ആ ഉസ്താദിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ തളർന്നു നിൽക്കുന്ന ഉസ്താദിനെ കൊണ്ടുവന്നു. ഇയാള് തടവി, തളർവാദം മാറി. ഇയാള് നേരെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അപ്പൊ ഭയങ്കര ആൾക്കെല്ലാം വലിയ ആവേശമായി, ഭയങ്കര നിയമത്ത്. ഇയാള് പറഞ്ഞു, അൽഹംദുലില്ലാ, റബ്ബ് തന്ന വല്ലാത്തൊരു നിഅമത്ത്. മറ്റാള് പോയി, ഉസ്താദ് പോയി ചെയ്തു. അപ്പൊ ആളുകൾക്ക് ഇയാള് ബഹുമാനം കൂടി. കാരണം നബി തങ്ങൾ സ്വപ്നം കണ്ട ആള്, ആ സ്വപ്നം യാഥാർത്ഥ്യമാവുകയും ചെയ്തു. ഇത്ര വലിയ ആളാണല്ലോ ഇയാള്.
അങ്ങനെ ഇയാൾ പിന്നെ പള്ളിക്ക് പ്രഖ്യാപിച്ചു, എനിക്ക് റബ്ബ് വല്ലാത്ത നിഅമത്താ തന്നത്, ഒരു തളർവാദം വന്നിട്ട് അതെനിക്ക് സുഖപ്പെട്ടല്ലോ, അവിടെ ഇനിയുള്ള ആയുസ് ഞാൻ പൂർണ്ണമായും വിവാഹത്തിലേക്ക് മുഴുകാൻ തീരുമാനിച്ചിരിക്കുന്നു, അവിടെ ഞാൻ തൽക്കാലം ഇവിടുന്ന് പോവാണ്, എവിടെങ്കിലും മതന്റെ മേലെ പോയിട്ട് ഇനി ഞാൻ ബാക്കിയുള്ള ആയുസ് വിവാഹത്തിൽ മുഴുകട്ടെ. അവര് പറഞ്ഞ സ്ഥലങ്ങൾ പോവരുത്, നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യൻ പോകാൻ പറ്റില്ല, നിങ്ങൾ ഈ നാട്ടിൽ വേണം. ഇല്ല, ഞാൻ പോവാൻ. ഞാൻ നിർബന്ധമായി പോകാൻ തീരുമാനിച്ചവരൊക്കെ കുറെ പറഞ്ഞു നോക്കി, പക്ഷെ നിവൃത്തില്ല. അവസാനം വരെ തീരുമാനിച്ചു, ഏതായാലും അദ്ദേഹം പോകല്ലേ, നമ്മളെ വക എന്തിനു കൊടുക്കുക. അത് നാട്ടിലൊക്കെ പടക്കൂടി പിരിവിട്ടു. എല്ലാവരും വമ്പൻ സംഖ്യ കൊടുത്ത് കാണുന്ന ഇയാൾക്ക് കൊടുക്കാനല്ലേ, വലിയ സംഖ്യ കിട്ടി, പറഞ്ഞ് നിർബന്ധിച്ച് ഇയാളെ കൊണ്ട് വാങ്ങിപ്പിച്ചു. ഇയാൾ അതുമായി പോയി. അങ്ങനെ ഒരു മതന്റെ മേലെ പോയപ്പോൾ മറ്റേ ഉസ്താദ് കാത്തിക്കുണ്ട്, രണ്ടാളും പൗതിയാക്കിയിട്ട് ഒരു പോയി എന്നാണ്. അപ്പൊ ഈ വന്ന ഉസ്താദ് ഹല്ലാ ചെയ്തു, ഒരു ഒത്തു വന്ന രണ്ടാളും കൂടി നാടകം കളിച്ചതാ. ഇയാൾ തളർവാദം ഉണ്ടായിട്ടുമില്ല, സുഖപ്പെട്ടിട്ടില്ല, ഇയാൾ നബിയെ സ്വപ്നം കണ്ടിട്ടില്ല, രണ്ടാളും കൂടി ഒത്തിട്ട് നാടകം കളിച്ചതാണ്. അങ്ങനെ കിട്ടിയ പൈസ രണ്ടാളും പൗതിയാക്കിയിട്ട് അതുമായി കളഞ്ഞു. ഇതാണ് ഹല്ലാജ്. അതാ മുഹീദ്ദീൻ മാലി പറഞ്ഞ ഹല്ലാജെ കൊല്ലുന്നാൾ അന്ന് ഞാൻ ഉണ്ടെങ്കിൽ അവരെ കൈ പിടിപ്പൻ ഞാൻ എന്ന് പറഞ്ഞോവർ എന്ന് പറഞ്ഞ ഈ ഹല്ലാജാണ്. ഹല്ലാജ് പ്രഖ്യാപിച്ച് ഞാൻ അല്ലാഹ് എന്ന് പറഞ്ഞു. ഇസ്ലാമിക ഭരണമാണ്, പോലീസ് അറസ്റ്റ് ചെയ്തു. ഇസ്ലാമിക രാജ്യത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കോടതി ഹാജരാക്കി ചോദ്യം ചെയ്തു. മൂപ്പർ എപ്പോഴും പറഞ്ഞു ഞാൻ അല്ലാഹ്. അവസാനം വധശിക്ഷ കോടതി വിധിച്ചു, അയാളെ കൊന്നുകളഞ്ഞു. അല്ല, മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു എന്ന് മാനപ്പാട്ടനം പറഞ്ഞത്, അന്ന് ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ അവരെ കൈപിടിക്കുമായിരുന്നു, കൊല്ലാൻ സമ്മതിക്കൂലായിരുന്നു എന്ന് മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, ഞാൻ അല്ലാഹ് ഹല്ലാജ് പറഞ്ഞ അർത്ഥം അവർക്ക് മനസ്സിലായില്ല, അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് അതിന്റെ വിശദീകരണം എന്നാണ് പിന്നെ മാലയ്ക്ക് വ്യാഖ്യാനം കൊടുക്കുന്നത്. ആ ഹല്ലാജാണ് ഈ വക തട്ടിപ്പറ്റിയാണ്. ഇങ്ങനത്തെ കണ്ടമാനം കഥകൾ ഹല്ലാജിനെ കുറിച്ച് താരീഖ് ബഗ്ദാദ് എന്ന കിതാബിൽ ഖതീബുൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ തട്ടിപ്പൊന്നും ഒന്നുമില്ലല്ലോ. അക്കാലത്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ കുറെ കഥ ഉണ്ടാക്കുക, കുറെ പാട്ടുണ്ടാക്കുക, കുറെ ബെയ്ത്തുണ്ടാക്കുക, കുറെ ആൾക്കാരെങ്ങനെ വലിയ അപ്രമാറ്റം കൽപ്പിക്കുക, ഇത് സൂഫികൾ കൊണ്ടുവന്ന ഒരു രീതിയായി.